അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാൽ. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ, നാടകം ആരംഭിക്കും. അയ്യോ ഞങ്ങ കടപ്പെഴുതിയ നാടകമാ. നാടകക്കാരാണ്ടേ നല്ല നാടകമാ. ഈ കണ്ടതും കണ്ടേക്കും പാടലയാ. നാടകക്കാരാണ്ടേ നല്ല നാടകമാ. ഈ കണ്ടതും കണ്ടേക്കും പാടലയാ. അയ്യോ കുറെ നേരമാണ് എല്ലാം കൂടി കിടന്ന് കലകുല കലകുല കലകുലാന്ന്. എന്താ ഇത്ര നേരമായിട്ട് നടന്നു തുടങ്ങാത്ത? കാലവാരി തറയല്ല, കാലവാരി മേപ്പോട്ടെന്നാൽ നിങ്ങൾക്ക് കർണാടകത്തിനിടെ പോയി തങ്ങി നിൽക്കും. പിന്നെ ഒരു മഴ പെയ്താലേ നിങ്ങൾക്ക് താഴത്തേക്ക് വരുള്ളൂ. മനസ്സിലാവണ കാണാം. സെക്രട്ടറി, ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അഥവാ അമ്മയുടെ ഭർത്താവാണ് എന്റെ അച്ഛൻ. ഭഗവതി, കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി, ഭവാനി. എന്താ മനസ്സിലാ? നമ്മുടെ മകൾ എവിടെ പോയിടി? ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? തൊഴിൽ തുടങ്ങുമ്പോ ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ വയലൊരു പെണ്ണിങ് എത്താണ്ട് പോകും. അമ്പലത്തിൽ പോയിട്ട് അച്ഛനെയും വെടിവെടിപാട് നടത്തിയോ? പുത്തൻപുരയിൽ ഭാർഗവന്റെ പ്രിയ പത്നി ഭവാനി ഒരു വെടി, ഭവാനിയുടെ ഭർത്താവ് ഭാർഗവൻ മറ്റൊരു വെടി, പിന്നെ ഞാൻ. അങ്ങനെ ഒരു കുടുംബത്തിന് 3 വെടിവെടിപാട്. അവിടത്തേക്ക് പ്രസാദം. മോളെ, ഇന്നെങ്കിലും കുളിച്ച് വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണ് നീ വിശ്വസിച്ച്? ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ രമേശേട്ടൻ? അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീയാരാ? പറയണത് ഞാനാരാ? അതെന്നെ എനിക്ക് പറയണത്. വല്ലവരെ വീട്ടിൽ വന്ന് എന്നെ കല്യാണം നടത്തിയെന്ന് പറയും ഞാനാരാ? ഞാൻ പോട്ടെ. പാർവതി എന്റെ മുറപ്പെണ്ണാണ്. അവന്റെ മകളാണ് ഞാൻ. മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന നിന്റെ ശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കടയ്ക്ക് പുറത്ത്, എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. എടാ രമേശ, ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അറിയാം. രമേശേട്ടാ, വേഗം വെച്ചു. പപ്പേട്ടന്റെ കയ്യിൽ കിട്ടിയ ഗണപതിക്ക് അടിച്ച തേങ്ങ പോലെയാകും രമേശേട്ടൻ. 3 പേരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാല് വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടി. അയ്യോ, അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശേട്ടന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശേട്ടന് പുണ്ണാക്ക് വേണം. അയ്യോ, നിനക്കുമാണോ? എനിക്കാരോടും കിടക്കുന്നില്ല. ഏട്ടൻ എന്നെ വറുത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? ഇല്ല, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശേട്ടന്റെ ഒപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക. നമ്മുടെ കുട്ടിക്കാലം ഒരിക്കൽ പാടവരമ്പത്ത് കൂടി നമ്മൾ കൈകോർത്ത് പിടിച്ച് നടക്കുമ്പോൾ രമേശേട്ടൻ കാല് വഴുതി തറയിൽ വീണു. അന്നെന്റെ തല പോയി തലയിലടിച്ചതും, അന്നെന്റെ തല പോയി തറയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ?
അതെ, കിളിയിൽ വന്ന് തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 50 പൈസയ്ക്ക് പൊതിച്ചോറുമാക്കി തലയിൽ വെച്ച് തന്ന ഈ എന്നോട് ക്ഷമിക്കുമാറുതെ, എന്നോട് ക്ഷമിക്കൂ. ഇന്ന് വീട്ടിൽ പട്ടിണിയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാണക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. കൊതിയനാണ് കൊതിയൻ. പാർവതി, അയ്യോ അയ്യോ പപ്പേട്ടൻ, രമേശേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. ഞാനും ഒന്ന് കാണട്ടേടി പാപ്പ. എന്റെ കുഞ്ഞുമോനെ പപ്പ, നിന്നെ ഈ അമ്മ ഒന്ന് കണ്ണുനിറയെ കാണട്ടെടാ. ഓനെ പപ്പ, ജയിൽ ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എന്റെ ഊപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ചെന്ന വഴി ജയിൽ സൂപ്രണ്ട് കാലേ വാരി ഒരു ഒറ്റയടി. പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കൊന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരി എടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പൊന്നിക്കുങ്ങൾ പാർവതി? കുഞ്ഞിക്കുങ്ങൾ പാർവതി, ഇപ്പൊ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലിഞ്ഞാളൂരെ ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല, കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവരെ കുത്തി മരത്തിയിരിക്കും. നിൽക്ക്. അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. എനിക്കോണകത്ത് സവാടി വിളിക്കടി പോലീസിനെ. വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പകൽ അടക്കിക്കളയും. അല്ല, അനങ്ങിപ്പകൽ തട്ടിക്കളയും. രമേശേട്ടനെ ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയടി, ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ പതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശനമ്മ. ഈ ഞാൻ അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര തന്നെ. അതെ, നീ മാത്രമാണ് ഇത് ഉത്തരവാദി. നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി. എന്താ കാര്യം എന്താണ്? എടാ, ഇത് നാടകമാണ്, ഡയലോഗ് പറയാൻ. മര്യാദക്ക് ഡയലോഗ് പറയണം. കമ്മറ്റിക്കാരി കാശ് നാടകം തീർക്കേണ്ട കാശ് തരുന്ന ഡയലോഗ് പറയാൻ. നിർത്തണ. എന്താണ് ഇതാണ് നാടകം? നീ അപ്പൊ ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നാത്ത കാണിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മിറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. എന്ന നാടകക്കാരാണേ, അല്ല സൂപ്പർ നാടകമാ. ഈ കപ്പലും തട്ടിലുള്ള